ഹൈ ഡിയേഴ്സ്, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ചാനലായിട്ടുള്ള ലാൾട്ടൺ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് വളരെ വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനലുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അസ്ലം ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേപ്പാൾ സ്വദേശിയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലാരൂപങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്ത ചാനലുകളിലൊക്കെ മുമ്പേ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വിസ്മയ മാക്സ് എന്ന് പറഞ്ഞ അരീസ് വിസ്മയ സ്റ്റുഡിയോയിൽ, ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഇന്നൊരു നേപ്പാൾ ബേസ് ആയിട്ടുള്ള ഡബ്ബിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് കാണാനും പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ കലാവിരുന്നുകൾ നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു അവസരമാണ്. വെൽക്കം. ഹായ് ഹായ് നമസ്കാരം. അസ്ലം ഖാൻ എന്നാണ് പേര്. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. പറയൂ. നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ചില കലാപ്രകടനങ്ങൾ ഞാൻ കുറച്ച് നേരത്തെ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കലാപ്രകടനങ്ങൾ കാണാൻ സാധിച്ചു. ആ പ്രകടനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്താ പറയുക, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇരു കൈയോട് തന്നെ അത് സ്വീകരിച്ചു. സോ നമുക്ക് നേരിട്ട് കാണാം. ആദ്യമായിട്ട് നമുക്കൊരു ഗാനം ആലപിച്ചാലോ അല്ലേ? ഓക്കെ. ഓക്കെ. ഒരു പാട്ട്, എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മാസ്റ്റർ പീസ് പാട്ടുണ്ട് മലയാളത്തിൻ്റെ. എന്ത് മനോഹരമായിട്ടാണ് മലയാളം പറയുന്നത് അല്ലേ? ഞാൻ ഒരുപാട് വർഷം ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നത്. ഞാൻ ശരിക്കും നേപ്പാളുകാരാണെങ്കിലും നേപ്പാളിൽ ഞാൻ ജനിച്ചാലും ഞാൻ എൻ്റെ ജീവിച്ചതൊക്കെ എല്ലാം ഇവിടെ തന്നെയാണ്, കേരളത്തിൽ. അത് കാരണം ഒരു നല്ല ഫ്രണ്ട്സ് മാറും, നല്ല ഇപ്പോൾ ഇദ്ദേഹത്തിനെ പോലെ ശോഭൻ സാറിനെ പോലെ നല്ല നല്ല ആളുകളായിട്ട് നല്ല പരിചയമുണ്ട്, കണക്ഷൻ ഉണ്ട്. അത് കാരണം എനിക്ക് ഇങ്ങനെ മലയാളം സംസാരിക്കാൻ കഴിഞ്ഞു. തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കലാപ്രകടനം കാണാൻ പറ്റും. ഓക്കെ, ഞാനൊരു മലയാളം പാട്ട് പാടും. ഓക്കെ, ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഇത് ചെയ്യാം. ഓക്കെ, പഴയ പാട്ടാണ്, പഴയ സിനിമൻ്റെ പാട്ടാണ്. ആരെയും ഭാവകായകനാക്കും ആത്മസൗന്ദര്യമാനു നീ, നമ്ര ശിഷ്യരായി നിൽപ്പുനിൻ മുന്നിൽ തമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവകായകനാക്കും ആത്മസൗന്ദര്യമാനു നീ, കിന്നരമണി തമ്പുരുമിട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും, കിന്നരമണി തമ്പുരുമിട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും, മഞ്ഞിലെ കിളി പൈതലും മുളം തണ്ടിൽ മൂലുന തെന്നലും, ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ചഹൃദയ വീണയിൽ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാനു നീ. ഇനിയുണ്ടോ നമ്പേഴ്സ്? ഇനി വേറെ ഏതെങ്കിലും ഒരു സോങ് കൂടി രണ്ടുപേരും? ഓക്കെ, ഞാൻ അതിൻ്റെ രണ്ടാമത്തെ വരി മുതൽ ഞാൻ പാടാം. എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട പാടാണ്. പുതുമഞ്ഞു തുള്ളി വാഴ്മഴവിലെ ഉണർന്നേഹോ, ഇന്ന് കരളിൽ അരകിൻ്റെ മധുരമൊഴുകിയമോ ആലസ്യം, ഒരു സ്നേഹാലസ്യം. ചെമ്പകപ്പൂ മുറ്റിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളി അടക്കം ചൊല്ലി. ഒരു മഞ്ഞു തുള്ളി വാഴ്മഴവിലെ ഉണർന്നേഹോ, ഇന്ന് കരളിൽ അരകിൻ്റെ മധുരമൊഴുകിയമോ ആലസ്യം, ഒരു സ്നേഹാലസ്യം. ചെമ്പകപ്പൂ മുറ്റിനുള്ളിൽ വസന്തം വന്നു. താങ്ക് യു. വളരെയധികം സന്തോഷം. വരുംകാലത്ത് അടിപൊളി കലാകാരനായിട്ട് മാറട്ടെ. എന്താ പറയുക, ഫാമിലിയും അതുപോലെ തന്നെ എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ആവട്ടെ. ഈ കലാപ്രകടനം ലോകമെമ്പാടും അറിയാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. അസ്ലം, ബൈ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.